തെരുവ് നായകളെ നിയന്ത്രിക്കാൻ നിർണായക ഇടപെടലുമായി സർക്കാർ. രോഗം ബാധിച്ച തെരുവ് നായ്ക്കളെ ദയാവധം നടത്താൻ സർക്കാർ അനുമതി നൽകും. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിന്റേതാണ് തീരുമാനം. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മൊബൈൽ വന്ധ്യംകരണ യൂണിറ്റുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി. തെരുവുനായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. അസുഖബാധിതരായ തെരുവുനായ്ക്കളെ കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ച ദയാവധത്തിന് വിധേയമാക്കാൻ സർക്കാർ അനുമതി നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കും അനുമതി നൽകാൻ അവകാശം. ഇത് ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് പ്രകാരം ABC റൂൾസിന് ശേഷം നിലവിൽ വന്നതാണ്. അതുപ്രകാരം സെക്ഷൻ 8A പ്രകാരം ഒരു പ്രൊവിഷനുണ്ട്. അത് ഉപയോഗപ്പെടുത്തും. ഒറ്റ കാര്യമേ ഉള്ളൂ, വെറ്റിനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം. ആഗസ്റ്റ് മാസം മുതൽ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും. സംസ്ഥാനത്തെ ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പോർട്ടബിൾ ABC സെന്ററുകൾ സ്ഥാപിക്കും. 152 ബ്ലോക്കാണുള്ളത്. ഒരു ബ്ലോക്കിൽ 1 എന്ന നിലയിൽ പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ലഭ്യമാക്കും. 2-3 ആഴ്ച ഒരു ബ്ലോക്കിൽ വാങ്ങിയാൽ ഒരു പഞ്ചായത്തിൽ, അത് കഴിഞ്ഞ് അടുത്ത പഞ്ചായത്തിലേക്ക് നീക്കാം. വലിയ ട്രാൻസ്പോർട്ടേഷൻ വലിയ ചെലവ് വരുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ലാതെ മാർഗം വേറെയില്ല. നായ്ക്കൾക്ക് ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി. ചിപ്പ് ഓരോ നായ്ക്കൾക്കും ചിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 12 അക്ക നമ്പറാണ് നമ്മുടെ ചെവിയിലോ ഏതെങ്കിലും അതിൻ്റെ ഈ ഭാഗത്തോ എവിടെയെങ്കിലും ഇഞ്ചെക്റ്റ് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ നായി എവിടത്തെയാണെന്നുള്ളത് അറിയാം. അഡ്രസ്സൊക്കെ അതിൽ കാണും. നായി വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നറിയാം. നായ്ക്ക് ലൈസൻസ് ഉണ്ടോ എന്നറിയാം. എല്ലാ കാര്യങ്ങളും കിട്ടും. ABC സെന്ററുകൾക്കെതിരെ പ്രതിഷേധിച്ചാൽ അവർക്കെതിരെ കേസെടുക്കാനും തീരുമാനമുണ്ട്. ഓരോ പഞ്ചായത്തുകളിലും ഇതിനായി ജനകീയ സമിതി രൂപീകരിക്കും. ജനകീയ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾ. 24 തിരുവനന്തപുരം.